2025 ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു. അതിന് ഞാൻ യൂസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ് വിഷൻ ബോർഡ്. എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ഇവിടെ കാണിക്കാം. അതിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെടുത്തു. എങ്ങനെയാണ് ഇത് നേടിയെടുക്കുന്നത്, ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണ്, അല്ലെങ്കിൽ തന്നെ ഈ ഒരു വിഷൻ ബോർഡിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, വിഷൻ ബോർഡോ, കുറെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ എന്ത് നടക്കാനാ? നടന്നതും ഉണ്ട്, നടക്കാത്തവരും ഉണ്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് അറിയുന്നത് 2022 അന്ന് മുതൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് എനിക്കത് സാധിച്ചെടുത്തത്. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നന്നായി പഠിക്കണ്ടേ. പഠിച്ചു കഴിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമല്ലേ അതിനൊരു റിസൾട്ട് വരുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബോർഡാണ്. നമുക്ക് ഫിസിക്കലിയും ചെയ്യാം, അതുപോലെ തന്നെ വിർച്വലി വേണേലും ചെയ്യാം. അപ്പോൾ ഫിസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ബോർഡായിട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണല്ലേ അത്. വിർച്വലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ DP ആയിട്ടും അതുപോലെ തന്നെ ഫോണിന്റെ വാൾപേപ്പർ ആയിട്ടൊക്കെ ഇടാറില്ലേ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളൊരു ബോർഡിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു വെക്കുന്നു. ആ ഒട്ടിച്ചു വെച്ചതിന് ശേഷം അത് നമ്മൾ അട്രാക്ട് ചെയ്യാനായി, അത് നേടിയെടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ ബോർഡിനോ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ കട്ടിങ്ങിന് എന്തെങ്കിലും മാജിക് ഉണ്ടോ? ഇല്ല, അതിനകത്ത് ഒരു മാജിക്കും നടക്കുന്നില്ല. പ്യുവർ ആയിട്ട് നമ്മൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ ഞാൻ. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോർഡാണ്. ആ ബോർഡിനകത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ഗോള് നമ്മളൊരു പിക്ചറായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ടാവും. വിഷൻ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു കാര്യങ്ങൾ മാത്രമല്ല ചെയ്യേണ്ടത്, അതിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഹെൽത്ത്, അതിന് HRCM എന്നാണ് പറയുന്നത്. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി ആൻഡ് കരിയർ. ഇപ്പം ഈ 4 കാര്യങ്ങളെയും ഉൾപ്പെടുത്തി തന്നെ വേണം വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രം നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവത്തില്ല. ഇക്വിലിബ്രിയം എന്ന് പറയത്തില്ലേ, ഒരു സന്തുലനാവസ്ഥ വേണം. നമുക്ക് രണ്ട് ഈക്വലായിട്ട് എല്ലാം കൊണ്ടുപോകാൻ പറ്റണം. അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ ആയി വരുമ്പോൾ റിലേഷൻഷിപ്പ് പോകും, റിലേഷൻഷിപ്പ് ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് മണി പോകും. അങ്ങനെ ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ 4 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക. ഹെൽത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു 2026 അച്ചീവ് ചെയ്തെടുക്കേണ്ടത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ട്രാവലിന് എവിടെയൊക്കെയാണ് പോകേണ്ടത്, അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ആവട്ടെ, കരിയർ ആവട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ മാറ്റം വരുത്തേണ്ടത്, ഇതെല്ലാം നമ്മൾ ആദ്യമേ ഒരു പേപ്പർ എടുത്ത് എഴുതണം. അല്ലെങ്കിൽ ഒരു ബുക്കിൽ നമ്മളത് എഴുതി വെക്കണം. അതായത് ചുമ്മാ ഒരു എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കണ്ടുകൊണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. നമുക്ക് എന്ത് വേണമെന്നുള്ള വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ആ അറിഞ്ഞ് നമ്മളത് എഴുതി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ വിഷൻ ബോർഡിലേക്ക് പോകാവൂ. ഫസ്റ്റ് വേണ്ടത് ക്ലാരിറ്റിയാണ്. നമുക്ക് എന്ത് വേണം, നമ്മളുടെ 2026 എങ്ങനെയാണ് മാറ്റേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അത് പേപ്പർ എടുത്ത് എഴുതി. അതിനുശേഷം ഇതുമായി ഇപ്പം എനിക്ക് ഒരു സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചോളൂ. ഞാനിപ്പോൾ എനിക്ക് UAE പോകണം. അവിടെ പോകണമെങ്കിൽ ഞാനത് അവിടെ പോയിട്ട് ഞാൻ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. അതിന് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാം, ഫ്രീ പിക്ക് ചെയ്യുന്ന എടുക്കാം, എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആ പിക്ചേഴ്സ് എടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് എടുക്കാം. ക്വാളിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ AI ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് AI വെച്ചിട്ടും ചെയ്യാം. ChatGPTയോടോ ജെമിനിയോടൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. എങ്ങനെ വേണേലും ചെയ്യാം. പക്ഷേ അത് കാണുമ്പോൾ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് കാണുമ്പോൾ നമുക്കത് നമ്മളായി തോന്നണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കാണുമ്പോൾ നമുക്ക് വേറെ ഇത് നടക്കൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നണം അത് നമ്മളാണ് എന്ന് നമുക്ക് തോന്നണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്നാണ് അത് അച്ചീവ് ചെയ്യേണ്ടത്, ഏത് മാസമാണ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ദിവസമാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളതിനകത്ത് കൊടുക്കണം. പിന്നെ ചെറിയ കോഡ്സ് ഒക്കെ കൊടുക്കാം. ഞാനിതെല്ലാം അച്ചീവ് ചെയ്തതിന്, അല്ലെങ്കിൽ കോഡ്സ് മീൻസ് നമുക്ക് അഫർമേഷൻ പോലെ എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് AI കൊടുക്കാൻ പറ്റും. അല്ല, AI നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേപ്പർ കളർ പ്രിന്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ആ ബോർഡിൽ നമുക്ക് ഒട്ടിച്ച് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ക്യാൻവ ആപ്ലിക്കേഷനിൽ പോയിട്ട് അതിൽ വിഷൻ ബോർഡ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കുറേ വിഷൻ ബോർഡിന്റെ പിക്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ടാവും. അതിലെ പിക്ചേഴ്സ് മാറ്റി നമ്മളുടെ പിക്ചേഴ്സ് ആക്കി കൊടുത്താൽ മതി, നമ്മുടെ ആഗ്രഹങ്ങളുടെ പിക്ചേഴ്സ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്താലും നമുക്ക് അതും യൂസ് ചെയ്യാം വാൾപേപ്പർ ഒക്കെ ആയിട്ട്. ഞാൻ അതാ ചെയ്യാറ്. ഞാൻ ക്യാൻവയിൽ അത് ചെയ്തതിന് ശേഷം ഞാൻ പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, ഫ്രീ ആപ്പാണ്. നമുക്ക് അത്
യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും ചെയ്തു, ഇത് പ്രിപ്പയർ ചെയ്തു, അതിനകത്ത് എല്ലാ കാര്യങ്ങളും വെച്ച് പ്രിപ്പയർ ചെയ്ത് ഒട്ടിച്ചു. ഇനി എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് അതിൻ്റെ കൂടെ തന്നെ ഒരു ആക്ഷൻ ബോർഡും കൂടെ വേണം. ഓക്കെ, ആക്ഷൻ എടുക്കണം. അത് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് എല്ലാം കിട്ടുമെന്ന് പറയത്തില്ല. നമുക്ക് സിഗ്നൽസ് ആയിട്ടും ആൾക്കാരുടെ രൂപത്തിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടാവും. ആ സമയത്ത് ഒരു ആക്ഷനും എടുക്കാതിരിക്കുകയാണെങ്കിലോ ഒന്നും നടക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം. നമ്മൾ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരവും നമ്മൾ കിടക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ ഇത് ഒട്ടിച്ച് വെക്കുന്നത്. ഫോണിലാവാം, ഫോണിലാണെങ്കിൽ ഫോണിൻ്റെ വാൾപേപ്പർ അത് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. അത് നോക്കുക, എന്നിട്ട് ഫീൽ ചെയ്യുക. ഇത് എൻ്റെയാണ്, അല്ലെങ്കിൽ ഇത് ഞാനാണ്, ഇത് അന്ന് അത് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ഞാനത് വിഷ്വലൈസ് ചെയ്യും. ഞാൻ അവിടെ ആകുന്ന സമയം അതെങ്ങനെയായിരിക്കും, ഞാൻ ആ സ്ഥലത്ത് പോകുന്നത് എങ്ങനെയായിരിക്കും, ഇത് അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷൻ, ആ ഒരു വിഷ്വലൈസേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അത് ഓരോന്നും എനിക്ക് സംഭവിച്ചതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ആക്ച്വലി അത് സംഭവിച്ചോ ഇല്ല, പക്ഷെ സംഭവിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നന്ദി പറയും. ഓക്കെ, ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചു, ഇന്ന ദിവസം എനിക്ക് സംഭവിച്ചതിന് നന്ദി എന്ന് പറയും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ ഓരോ ദിവസവും നമ്മൾ ചെയ്തത് ഇങ്ങനെ നമുക്ക് അതിങ്ങനെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ആയി എടുക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം ഒരു വർഷത്തെ മൊത്തം നമ്മൾ അതിൽ വെക്കും. അങ്ങനെ ഒരുപാട് വാരി അങ്ങ് വെക്കരുത് കേട്ടോ, കുറച്ചേ വെക്കാവൂ. ലിമിറ്റഡ് ആയിരിക്കണം, കാണാൻ പറ്റണം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ പറയുകയാണെങ്കിൽ 1 crore പെർ മന്ത് 1 crore അച്ചീവ് ചെയ്യണമെന്നുള്ളത് ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ അച്ചീവ് ചെയ്തെന്ന് എനിക്ക് അറിയില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്തു. എനിക്കൊരു 10 crore വിന്നറിൻ്റെ അവാർഡ് സ്റ്റേജിൽ നിന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു. അതും നടന്നു. അതൊക്കെ എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ വിഷൻ ബോർഡ് ഒന്ന് ചെയ്ത് നോക്കണം. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ സൈക്കോളജി എന്താണ് എന്നുള്ളത് നോക്കാം. സൈക്കോളജി എന്ന് പറയുന്നത് സെയിം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS ആക്ടിവേറ്റ് ആകും. ഇത് നമ്മൾ ഡെയിലി കാണുമ്പോൾ ഫെമിലിയർ ആവും. ഈ RAS ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് ബ്രെയിന് ആ ഒരു കമാൻഡ് അത് തന്നെ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് എപ്പോഴും അതിങ്ങനെ കാണുമ്പോൾ ഫെമിലിയർ ആകുന്നതുകൊണ്ട് എന്താ പറ്റുക, നമുക്ക് ആ പേടി അങ്ങ് കുറയും. അത് അച്ചീവ് ചെയ്തെടുക്കാൻ നമുക്കൊരു പേടിയുണ്ടല്ലോ, അതങ്ങ് കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഇമോഷൻ കൊടുക്കുക. നമുക്ക് ഈ ഒരു വിഷൻ ബോർഡ് മാത്രം വർക്ക് ആവത്തില്ല, ഞാൻ ആദ്യം മുതൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം വർക്ക് ആവത്തില്ല, നമ്മൾ ആക്ഷൻ എടുക്കണം. അപ്പോൾ ഇമോഷൻ, ആക്ഷൻ, റിസൾട്ട്. നമ്മൾ ആ ഇമോഷൻ ഇത് കാണുന്നു, ഇമോഷൻ കൊടുക്കുന്നു. അതേ ഇമോഷൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇമോഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നു, മൈക്രോ ആക്ഷൻസ് എടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് നേടുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ വിഷൻ ബോർഡ് വർക്ക് ആകുന്നത്. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഗോള് നിങ്ങൾക്ക് വേണം. മസ്റ്റായിട്ട് ഗോള് വേണം. ഒന്നുമില്ല എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ആവരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ഗോള് വേണം. ഇങ്ങനെയുള്ള ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത വർഷം അത് ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷൻ ബോർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഒരു കാര്യം മറന്നു പോകരുത്, ആക്ഷൻ എടുക്കണം. രണ്ടാമത്തേന്ന് പറയുന്നത് ഗോൾ വേണം. ഇതൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ഗോളെങ്കിലും വേണം. വിഷൻ ബോർഡ് ഡോണ്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ദേ ചേഞ്ച് യുവർ ബ്രെയിൻ, ദാറ്റ് ചേഞ്ചസ് എവറിത്തിങ്. ഓക്കെ, ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.